കർക്കിടക മാസം മനുഷ്യർക്ക് മാത്രമല്ല ആനകൾക്കും സുഖചികിത്സയുടെ കാലമാണ്. 10 ദിവസം നീണ്ടുനിന്ന ഗജപൂജയും വഴിപാട് സമർപ്പണവുമാണ് തൃശൂർ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൊമ്പനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും രാമാനുജനെന്ന് ആനപ്രേമികൾ വിളിക്കുന്ന ദേവിദാസനും ഇപ്പോൾ സുഖചികിത്സയിലാണ്. രാമനെയും ദാസനെയും കാണാൻ പതിവ് പോലെ തെച്ചിക്കോട്ടുകാവിലെത്തുന്നവർക്ക് കുറച്ചു ദിവസത്തേക്ക് 2 ആനകൾക്കും ഭക്ഷണമൊന്നും നൽകാനാകില്ല. ക്ഷേത്രത്തോട് ചേർന്നുള്ള ആനത്തറയിലെത്തുന്നവർക്ക് സുഖചികിത്സാ കാലമായതിനാൽ പുറമേ നിന്നുള്ള പഴങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും നൽകരുതെന്ന് അറിയിച്ചുള്ള ബോർഡ് കാണാം. രാവിലെ സാധാരണ തീറ്റയ്ക്ക് പുറമെ തേച്ചുകുളി കഴിഞ്ഞാൽ പ്രത്യേകം തയ്യാറാക്കുന്ന ചവനപ്രാശം, രസായനം തുടങ്ങിയവയാണ് ഭക്ഷണം. കഴിഞ്ഞ 10 ദിവസം തെച്ചിക്കോട്ടുകാവിൽ ഗജപൂജയും വഴിപാട് സമർപ്പണവും ആഘോഷമായി നടന്നു. ഒത്തുകൂടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ തെച്ചിക്കോട്ടുകാവ് കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ആനകളെ 2 ആനകളും സീസൺ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കർക്കിടക മാസത്തിലെ ആദ്യത്തെ ദിവസം ഒരു പൂജ ആനകൾക്ക് വേണ്ടി പല ആളുകളും വഴിപാടുകൾക്ക് ഇതൊരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജയ്ക്ക് ശേഷം ആനകൾക്ക് നിവേദ്യം കൊടുക്കാൻ വേണ്ടി ഉള്ളിൽ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശ്രീരാമജയം ഗ്രൂപ്പിൻ്റെയും വഴിപാട് സമർപ്പണം ഇന്നാണ് ഉണ്ടായത്. ആ വഴിപാട് സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഒത്തുകൂടിയത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഗജപൂജ. 1984 രാമചന്ദ്രനെ വാങ്ങാൻ മുൻകൈയെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തൃശൂർ.